ജനങ്ങളുടെ സഹകരണത്തോടുകൂടെ. എന്തുകൊണ്ട് ദേശീയപാത 6 വരിയാണേ? കേരളത്തിന്റെ 2 ഇരട്ടി സ്ഥലം ഏറ്റെടുക്കും. 45 മീറ്ററാണ് വീതി. കേരളയിലെ 3 ഇരട്ടി ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട വന്നു. എന്തുകൊണ്ട് ഒരു കുറ്റിപ്പറിക്കൽ സമരം ഉണ്ടായില്ല? എന്തുകൊണ്ട് കായലിൽ കുറ്റിയെടുത്ത് കായലിൽ കൊണ്ട് ഒഴുക്കുവാൻ ഒരു യൂത്ത് കോൺഗ്രസും ഒരു RSSും ഒരു NDFും ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തുകൊണ്ട് കഴിയാതെ വന്നു? ഉത്തരം പറ. നഷ്ടപരിഹാര പാക്കേജ് കേരളത്തിലെ സർക്കാർ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടെ പ്രഖ്യാപിച്ചപ്പോൾ ആ സഹായത്തെ സ്വീകരിച്ച് അതിൽ കാണേണ്ടത് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ സാന്ദർഭികമായി ഒരൊറ്റ അനുഭവം ചൂണ്ടിക്കാട്ടി അവസാനിപ്പിക്കുകയാണ്. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പണി വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ കോട്ടപ്പടി ജംഗ്ഷനിലൂടെയാണ് ദേശീയപാത 6 വരി കടന്നുപോയത്. അവിടെ ഈ കേരളയിൽ വിരുദ്ധ സമര സമിതിയുടെ മുഖമായി പരിലസിക്കുന്ന UDFന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു സെന്റ് മിച്ചമേ ഓഫീസിന്റെ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കേരളത്തിലെ ജനത, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, പിണറായി വിജയൻ സർക്കാർ എന്നല്ല, കേരളത്തിലെ ജനത അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊടുത്ത നഷ്ടപരിഹാരം എത്രയാണെന്ന് അറിയോ? 1.25 കോടി രൂപ. പോയി അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് അക്കൗണ്ടിലിട്ട് വാങ്ങി പോക്കറ്റിലിട്ട് സ്ഥലം വിട്ടുകൊടുത്ത UDF ആണ് ഇവിടെ വന്നിരുന്നത്. നിങ്ങളോട് പറയുക, ഏതാ സ്ഥലം വിട്ടാൽ നിങ്ങൾക്ക് പണം കിട്ടില്ല പോലും. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം വരുമ്പോ എന്റെ ശവശരീരത്തിലൂടെ മാത്രമേ ആദ്യത്തെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ എസ് ശർമ്മ എന്ന് പറയുന്ന സഖാവിന്റെ പാർട്ടിയാണ് ഇവരുടെ പാർട്ടി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ എസ് ശർമ്മയെ നമ്മൾ പിന്നീട് കാണുന്നത് അതേ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും എയർപോർട്ടിനെ മാത്രമേ എതിർത്തിട്ടുള്ളൂ. ജയിക്കിന്റെ പേഴ്സലും കാണുമ്പോൾ ഒരു ATM കാർഡ്. ആ ATM കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോ അതിനെതിരായി സമരം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഒഴിപ്പിക്കപ്പെടുന്നതാണ് പ്രശ്നമെങ്കിൽ ആരാണ് ജയിക്ക് വില നിശ്ചയിക്കുന്നത്? ഇപ്പൊ താങ്കളുടെ വീട് നിൽക്കുന്ന ദേശീയപാത 183ന്റെ സൈഡിൽ KK റോഡിൽ മണർകാട് പള്ളിക്ക് സമീപമുള്ള മണർകാട് വില്ലേജിലെ ഫെയർ വാല്യൂ എത്രയാണെന്ന് ജയിക്കിന് അറിയാമോ? അവനൊന്നും അറിയില്ല താമോ, അവൻ പഠിച്ച എഞ്ചിനീയറിംഗ്. അത് കഷ്ടായി പോയല്ലോ. 1,10,000 രൂപ നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം. ഇനിയും പിണറായി വിജയന്റെ ഭാഷയിൽ 2.5 ഇരട്ടി അധികം തരികയാണ്. അപ്പോ 2.5 ലക്ഷം വേണ്ട, ഞാൻ ജയിക്കിന് 4 ലക്ഷം രൂപ തരാം. 10 സെന്റ് വസ്തു എനിക്ക് ജയിക്കിന്റെ പറമ്പിൽ നിന്ന് തരാൻ പറ്റുമോ? തരത്തില്ല. കാരണം എന്താ? ഫെയർ വാല്യൂവും നാട്ടിലെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ജയിക്കിന് സമ്മതിക്കേണ്ടി വരും. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. അമ്മാവന്മാരുടെ സംസ്ഥാന സമ്മേളനം അവിടെ ഇതിനെ പറ്റിയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വികസനത്തെ പറ്റിയിട്ടൊക്കെ ജയിക്ക് വളരെ വളരെ വലിയ രീതിയിൽ ഇവിടെ പറഞ്ഞു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഗെയിൽ പദ്ധതിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്ഥലം ഏറ്റെടുപ്പിനൊക്കെ പണം നൽകിയത് കേന്ദ്ര സർക്കാരാണ് ജയിക്ക്. അതാദ്യം മനസ്സിലാക്കണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്?